പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം ഇപ്പോൾ ഉണ്ടോ എന്നതാണ്. എന്താണ് ചോദ്യം? നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അതായത് ദൈവം ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. ഈശോ ഒരു ആരോപണം ഒരു സഭയെ കുറിച്ച് ഉന്നയിച്ചുകൊണ്ട് പറയുകയാണ്, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം ഇപ്പോൾ ഇല്ല. എഫേസുസിലുള്ള സഭയോട് പറയുകയാണ്, നീ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നീ എനിക്ക് വേണ്ടി കുറെ പീഡകളൊക്കെ സഹിച്ചത് എനിക്കറിയാം, പക്ഷെ എന്നാലും നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നിനക്ക് ഇപ്പോഴില്ല. അതായത് ആദ്യ കുർബാന സ്വീകരിച്ച സമയത്തുണ്ടായിരുന്ന സ്നേഹം ഇപ്പോൾ ഇല്ല. അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, നിനക്ക് കല്യാണത്തിന്റെ അന്നുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല. ഭാര്യ ഭർത്താവിനോടും പറയാവുന്നതാണ്, ചേട്ടന് പണ്ടുണ്ടായിരുന്ന സ്നേഹം എന്നോട് ഇപ്പോൾ ഇല്ല. ഹല്ലേലൂയ. മാതാപിതാക്കൾക്ക് മക്കളോട് പറയാൻ പറ്റും, നിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന സ്നേഹമൊന്നും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിനക്കുണ്ടായിരുന്ന സ്നേഹം നിനക്കിപ്പോ അമ്മനോടില്ലല്ലോ. ഹല്ലേലൂയ. മക്കൾക്കും മാതാപിതാക്കളോട് ചിലപ്പോൾ പറയേണ്ടി വരും, നിങ്ങൾക്ക് ഇപ്പോ പഴയ സ്നേഹമൊന്നും നമ്മോടില്ല എന്ന് പറയുന്ന. അപ്പോൾ പഴയ സ്നേഹം, ആദ്യ സ്നേഹത്തിന് ഒരു തീവ്രതയുണ്ടായിരുന്നു. അല്ലെങ്കിൽ അച്ഛനോട് ഈശോയ്ക്ക് പറയേണ്ടി വരും, പട്ടം കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന പുണ്യമൊന്നും ഇപ്പൊ ഇല്ലല്ലോ എന്ന് പറയാവുന്ന അവസ്ഥ. അതായത് നമുക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹത്തിന്റെ ആ ഒരു ചൈതന്യം, ആ തീഷ്ണതയെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് വളരുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം അത് തളരുന്നു എന്നാണ്. നമ്മൾ ഒഴുകുന്ന ഒരു പുഴയിൽ ഒഴുക്കിനെതിരെ നീന്താതെ നമ്മൾ നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. നമ്മൾക്ക് എന്ത് സംഭവിക്കും? നമ്മൾ ആ ഒഴുക്കിനൊപ്പം പിറകിലേക്ക് പോകും. നമുക്ക് മുൻപോട്ട് പോകുന്നില്ല. നമ്മൾ മുമ്പോട്ട് പോകാൻ നമ്മൾ വിചാരിക്കാം, ഞാൻ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കും. നമ്മൾ മുൻപിലേക്ക് പോകാൻ പരിശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പോക്ക് പിറകിലേക്കാണ്. വിശ്വാസത്തിൽ നമ്മൾ മുൻപിലേക്ക് പോകാൻ പരിശ്രമിക്കുന്നില്ലെങ്കിൽ, ഇന്നുള്ള വിശ്വാസത്തെ കുറച്ചുകൂടെ ഊതി കാച്ചിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പോക്ക് പുറകിലേക്കാണ്. ആരെങ്കിലും പറയുകയാണ്, ഇപ്പോഴുള്ള വിശ്വാസമൊക്കെ മതി എന്ന് പറഞ്ഞ് നിന്നിടത്ത് നിൽക്കാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പിറകിലേക്കുള്ള പോക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മെ ഇന്ന് ക്ഷണിക്കുന്നത് കൂടുതൽ തീഷ്ണതയോടുകൂടെ അന്ധനായ യാചകൻ വിളിച്ചപേക്ഷിച്ച് ഈശോയുടെ അടുത്ത് വന്ന് വീണ്ടും കാഴ്ച പ്രാപിച്ചതുപോലെ, അതായത് ആദ്യ സ്നേഹത്തിലേക്ക് അവൻ വീണ്ടും എത്തിച്ചേരുകയും ഈശോയെ കാണുകയും ഈശോയുടെ പിറകെ നടക്കുകയും ചെയ്തതുപോലെ, നമുക്ക് നഷ്ടപ്പെട്ട ആ കാഴ്ച, നഷ്ടപ്പെട്ട ആ സ്നേഹക്കാഴ്ച തിരികെ പിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടച്ച് നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവസ്നേഹം കുറഞ്ഞു പോയത് ഓർത്തനുദപിക്കാം. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിത പങ്കാളിയോടോ മക്കളോടോ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ ഒക്കെയുള്ള ആ സ്നേഹചൈതന്യം, ആ തീഷ്ണമായ സ്നേഹം കുറഞ്ഞുപോയതിനെ ഓർത്ത് നമുക്ക് അനുദപിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ പൂർണ്ണതയായവന്റെ നാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ.